അപ്പോൾ ഹൃദയം നന്നായാൽ മനുഷ്യൻ നന്നായി, ഹൃദയം ഫസാദായാൽ മനുഷ്യൻ ഫസാദായി. അപ്പോൾ ഇത് ഒരു ആത്യന്തികമായ കാര്യമാണ്. നമ്മൾ സാധാരണ ഇത് എന്തായിട്ട് ബന്ധപ്പെട്ട പറയാറ് ഞങ്ങൾ സാധാരണ നമ്മൾ ഈ ഹദീസൊക്കെ നമ്മളെ മദ്രസയിലെ പഠിച്ചതാണ്. എവിടെ പഠിച്ചത്? അഖ്ലാഖിലാണ് പഠിച്ചത്. കൽബിനെ കുറിച്ചിട്ടുള്ള നമ്മളെ പഠനം നടന്ന അഖ്ലാഖിലാണ്. അത് സ്വഭാവം. നമ്മൾ സാധാരണ പറയൽ എന്താണെന്ന് വെച്ചാൽ ഹൃദയം നന്നായാൽ മനുഷ്യൻ നന്നായി, ഹൃദയം ചീത്തയായാൽ മനുഷ്യൻ ചീത്തയായി എന്ന് പറഞ്ഞാൽ ഓൻ്റെ സ്വഭാവം നന്നായാൽ ഓ നന്നായി, ഈ സ്വഭാവം ചീത്തയായാൽ ആൾ പോയി എന്നുള്ള ഈ സ്വഭാവം മാത്രമേ നമ്മൾ പറയല്. പക്ഷെ കൽബുമായുള്ള പഠനത്തിൽ വെറും അഖ്ലാഖ് മാത്രമല്ല, ഏറ്റവും പ്രധാനം അഖ്ലാഖ് തന്നെയാണ്. പക്ഷേ അതിലേക്ക് കൂടി എത്തണമെങ്കിൽ വേറെ ചില കാര്യങ്ങൾ കൂടി നമ്മളെ ഹൃദയവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയാനും പഠിക്കാനും ഉണ്ട്. ഒരാളെ സ്വഭാവം പെട്ടെന്ന് നന്നാവില്ലല്ലോ. ഏറ്റവും മോശപ്പെട്ട സ്വഭാവക്കാരായിരുന്നു ജാഹിലിയത്തിലെ ആൾക്കാരെന്ന് പറഞ്ഞാൽ അത് പെരുമാറാൻ ഏറ്റവും ഉഷാർ ഓരന്നെയായിരുന്നു. ആര്? മക്കത്തെ മുശ്രിക്കുകളെ പറ്റി പഠിച്ചൊക്കെ ഉണ്ടെങ്കിൽ ഓല് കള്ളുടിക്കും, നല്ല പള്ളർച്ചി കള്ളുടിക്കും. ഓല് ഗുണ്ടായുസം നടത്തും, യുദ്ധം നടക്കും, ഓല് വ്യഭിചരിക്കുകയും ചെയ്യും. പക്ഷെ പെരുമാറാൻ നല്ല മനുഷ്യന്മാരെ വരും. ഒരാളങ്ങോട്ട് ഓർക്ക് ഇഷ്ടപ്പെട്ടാൽ പിന്നെ ഒരു വിടൂല, ആ ആൾക്കും വേണ്ടി അയാൾ മരിക്കും. ഒരാളെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടിയിട്ട് മരിക്കാൻ തയ്യാറാണ്. ഒരാൾ വെറുത്ത് കഴിഞ്ഞാലോ അയാളായിട്ട് പിന്നെ അവർ ഈ ഒരു ബന്ധം ഉണ്ടാവില്ല, എല്ലാ ബന്ധങ്ങളും മുറിയും. ഇതൊക്കെ നമ്മളെ നാട്ടിലേക്ക് വരുമ്പോൾ ഇതൊക്കെ ഒരു നല്ല സ്വഭാവമായിട്ടില്ല നമ്മൾ പറയാം, അല്ലേ? എന്നാൽ ഇതിനെ ഖുർആൻ എന്താ ചെയ്തതെന്നറിയോ? ഹൃദയത്തിൽ ചില കാര്യങ്ങൾ ഉണ്ടാകണം. ആ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ ഇവരുടെ സ്വഭാവത്തെ ക്രമീകരിച്ചു എന്നുള്ളതാണ്. ഒരാൾ പെരുമാറാൻ നല്ല ആളെന്ന് വിചാരിച്ചാൽ നന്നായിക്കൊള്ളുന്നില്ല. മനസ്സിലായിട്ടുണ്ടെങ്കിൽ അറിയാം. ഒരാള് ഉദാഹരണം പറയാം, ഒരാള് ഭയങ്കര ഷിർക്ക് ചെയ്യുന്ന ഒരാളാണ്. ആള് അനഞ്ഞ ജാറത്തിലും മക്ബറയിലും അവിടെയും ഇവിടെയും പോണ ആളാണ്. അയാൾക്ക് നല്ല അള്ളാഹു തആല നല്ലോണം അയാളെ സഹായിക്കുന്നുണ്ട്, നല്ലോണം അയാൾക്ക് കിട്ടും, അയാളെ കച്ചവടമൊക്കെ ലാഭമാണ്, അയാളെ ഏർപ്പാടൊക്കെ വമ്പിച്ച വിജയമാണ്. ഇതിനൊക്കെ നന്ദി കാണിക്കാൻ അയാൾ എടുക്ക പോലെ അയാൾ പോണ ഒരു ഏതെങ്കിലും മക്ബറ ജാറ ചെയ്ത് അവിടേക്ക് അയാൾ പോവുക. അയാൾക്ക് ഒരു കച്ചവടം നല്ല സ്വഭാവം, നല്ല പെരുമാറ്റ, നല്ല ഉഷാറാണ് ആള്. അള്ളാഹ് കബൂൽ ചെയ്യോ? അള്ളാഹ് കബൂൽ ചെയ്യോ? അള്ളാഹ് കബൂൽ ചെയ്യില്ല. അതിൽ പെരുമാറാൻ അറിയും, അയാളുടെ സ്വഭാവം നല്ലതാണ്, പെരുമാറ്റം നല്ലതാണ് എന്നതുകൊണ്ട് ഷിർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അള്ളാഹു തആല അയാളെ ഈ സ്വഭാവം ഒന്നും സ്വീകരിക്കൂല. ലയഹ്ബത്തന്ന അമലു, ലയഹ്ബത്തന്ന അമലു, എല്ലാ അമലും ബാത്തിലാണ്. നബിയോളം നല്ല സ്വഭാവത്തിന്റെ ഉടമ ലോകത്താരെങ്കിലും ഉണ്ടോ? ഇല്ല. നബിനെ പറ്റി എന്താ ഖുർആൻ പറഞ്ഞത്? ഇന്നമാ ബുഇസ്തു ലിഉത്തമ്മിമ മകാരിമൽ അഖ്ലാഖ്. എല്ലാ സ്വഭാവങ്ങളുടെയും ഉന്നതമായ സ്വഭാവങ്ങളുടെ പൂർത്തീകരണത്തിന് റസൂലിനെ നിയമിച്ചത്. വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. ഏറ്റവും മഹത്തായ സ്വഭാവമാണ് നബിയെ. നബിന്റെ സ്വഭാവത്തെക്കാൾ ഏറ്റവും നല്ല സ്വഭാവമുള്ള ഒരാളുണ്ടോ? വേറെ ഉണ്ടോ? ഇല്ല. ആ റസൂലിനോട് എന്താ പറഞ്ഞറിയോ? ലഇൻ അശ്റക്ത. ഡയറക്റ്റ് നബിനെ വിളിക്കുക, നബിനോട് ഡയറക്റ്റ്. ലഇൻ അശ്റക്ത, നബിയെ താങ്കൾ ശിർക്ക് ചെയ്താൽ ലയഹ്ബതന്ന അമലുക്, എല്ലാ അമലും പൊളിഞ്ഞു, എല്ലാ അമലും പൊളിഞ്ഞു. ഒരാള് ആ മാസം 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 പരിയിൽ മൗലിദ് നടത്തും, മുരിയന്മാർക്കൊക്കെ പള്ളർച്ച തിന്നാൻ കൊടുക്കും, എല്ലാ ബിദ്അത്തും അയാൾ ചെയ്യുന്നുണ്ട്. അയാൾ നല്ല പെരുമാറ്റം, നല്ല സ്വഭാവമുള്ള ആളായിരിക്കുക, സ്വീകരിക്കുമോ? സ്വീകരിക്കില്ല. ദീനിലില്ലാത്തൊരു കാര്യം നബിനോട് പറയും, നബിയെ താങ്കൾ, ഞാൻ പറയാത്തൊരു കാര്യം അള്ളാഹ് പറയും, നബിക്കൊരു കാര്യം നല്ലതാണെന്ന് തോന്നിയായിരിക്കുക. എങ്ങനെ? നബിക്കൊരു കാര്യം നല്ലതാണെന്ന് തോന്നിയായിരിക്കുക, നബിക്ക് ചെയ്യാൻ പറ്റൂല. എന്താ ഖുർആൻ പറഞ്ഞു? വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവിൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ സുമ്മ ലഖതഅനാഹു മിൻഹുൽ വത്തീൻ. ഞാൻ പറയാത്തൊരു കാര്യം താങ്കൾ സ്വന്തമായി പറഞ്ഞാൽ അള്ളാഹ് പറയാം നബിനോട്, വലത് കൈകൊണ്ട് ഞാൻ പിടിക്കും, വലത് കൈകൊണ്ട് നാം നിന്നെ പിടിക്കും, ജീവനാടിയെ ഛേദിച്ച് കളയും.
സുബ്ഹാനല്ലാഹ്, എത്ര ഗൗരവമുള്ള സംഗതിയാ. ആരോട്? മതത്തിൽ പുതിയതായി ഉണ്ടാക്കുക. നബിക്ക് അവകാശമില്ല, പിന്നെ നമുക്ക് അവകാശം ഉണ്ടാവുമോ? നല്ലതല്ലേ എന്ന് പറഞ്ഞാൽ ദീനിൽ എല്ലാ നല്ല കാര്യവും ആര് പഠിപ്പിച്ചിട്ടുണ്ട്? നബി പഠിപ്പിച്ചിട്ടുണ്ട്, അള്ളാഹു വഹി നൽകിയിട്ടുണ്ട്. എല്ലാ നല്ല കാര്യങ്ങളും, ഒരു കാര്യങ്ങളും ഉപേക്ഷിച്ചിട്ടില്ല. റസൂല പറയുന്നുണ്ട്, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും, നരകത്തിൽ രക്ഷപ്പെടുത്തുന്ന എല്ലാ. ഖുൽ ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിഷ് ആയത്ത് മാ ദഹറ മിൻഹാ. എൻ്റെ റബ്ബ്, നബിയെ പറയുക, എൻ്റെ റബ്ബ് ഹറാമാക്കിയത് നീചകൃത്യങ്ങളെയും തോന്നിവാസങ്ങളെയും. ആയത്തല്ല ചോദിച്ചത്. ഖുൽ മൻ ഹറമ സീനത്തല്ലാഹി ലത്തി അഖ്റജ ലിഇബാദി. നബിയെ ചോദിക്കുക, എൻ്റെ അള്ളാഹു അനുവദിച്ചൊരു കാര്യം അത് ഹറാമാക്കാൻ ആർക്കവകാശം? സീനത്തല്ലാഹ്, അള്ളാഹു അലങ്കാരമാക്കി എല്ലാ നല്ല കാര്യങ്ങളും അള്ളാഹു ഹലാലാക്കിയിട്ടുണ്ട്. അത് ആർക്കും ഹറാമാക്കാൻ അവകാശമില്ല. എല്ലാം നല്ലത് അള്ളാഹ് ഹലാലാക്കിയത്. അള്ളാഹ് ഹലാലാക്കിയതിൽ ഒരു മോശപ്പെട്ട കാര്യം കാണൂല. എന്താ ഒന്ന് പറയുന്നത്? അള്ളാഹ് ഹലാലാക്കിയ കാര്യത്തിൽ ഒരു മോശപ്പെട്ടതും കാണൂല. അള്ളാഹ് ഹറാമാക്കിയ കാര്യത്തിൽ ഒരു നന്മയും കാണൂല. അപ്പോൾ ചില ആൾക്കാർ ഒരു കള്ളു കുടിച്ചാൽ കുറച്ചൊക്കെ ഒരു സുഖം ഉണ്ടാകുമല്ലോ എന്ന്. ഇസ്മുഹുമ അക്ബറു മിൻ നഫ്ഇഹിമ. അള്ളാഹ് പറഞ്ഞു, ചിലപ്പോൾ കുടിക്കുമ്പോൾ ഒരു സുഖമൊക്കെ കിട്ടും, പക്ഷേ അത് കഴിഞ്ഞാൽ പിന്നെ അതിനേക്കാൾ വലിയ ഉപദ്രവം വരാൻ പോണത്. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, മനസ്സ് സ്വഭാവം നന്നായി എന്നതുകൊണ്ട് ഒരിക്കലും എന്താവൂല, ഒരാൾ രക്ഷപ്പെടൂല. അപ്പൊ ഖുർആൻ എന്താ ചെയ്തത്? ഖുർആൻ ഈ ജാഹിലിയത്തിലുള്ള ആൾക്കാരെ പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ അവരൊക്കെ നല്ല മനുഷ്യന്മാർ, നല്ല സ്വഭാവം പെരുമാറാനൊക്കെ അറിയും. പക്ഷെ അവരുടെ ഹൃദയത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അള്ളാഹു തആല എന്താക്കി? അവിടെ അവരൊക്കെ ബാത്തിലാണ്. അപ്പോൾ കൽബിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ പഠിക്കേണ്ട അടുത്തത് കൽബിലെ മറലാണ്. എഴുതിക്കൊള്ളി, കൽബിലെ മറല്. കൽബ് മരീവ് എന്ന് എഴുതാം. കൽബ് മരീവ്. അടുത്ത് കൽബുൻ മരീവ്. കഴിഞ്ഞ ക്ലാസ്സിൽ കൽബിൻ്റെ അഖില്ല പറഞ്ഞത്. കൽബിൻ്റെ അഖില്ല പറഞ്ഞത്, കൽബിലെ പകയ പറഞ്ഞത്. ഇനിയുള്ളത് കൽബിലെ മരീവാണ്. കൽബുൻ മരീവ്, മരീവായ കൽബ്, രോഗമുള്ള മറലുള്ള കൽബ്. അതുണ്ടായാൽ എന്താ പ്രശ്നം? എന്താ അറിയോ? അതുണ്ടായാലുള്ള പ്രശ്നം ബാക്കിയെല്ലാം പോവും. അപ്പം അതുകൊണ്ട് ഞാൻ നേരത്തെ എന്താ പറഞ്ഞത്? ഖുർആൻ ആർക്കിറങ്ങിയത്? പെരുമാറാൻ നല്ലോണം അറിയണ ഒരു സമൂഹത്തിലേക്കാണ് ഖുർആൻ ഇറങ്ങുന്നത്. മനസ്സിലല്ലേ പറഞ്ഞത്? പെരുമാറാൻ അറിയണ നല്ലൊരു സമൂഹത്തിലേക്കാണ് ഇറങ്ങിയത്. നല്ല അവരെ കുടുംബ ബന്ധങ്ങൾ നോക്കി. കുടുംബ ബന്ധമൊക്കെ ഭയങ്കരമായിരുന്നല്ലോ അവരെ. കുടുംബ ബന്ധമൊക്കെ ഭയങ്കരമായിരുന്നു. കാരണം കുടുംബത്തിന് വേണ്ടി ഒരു മരിക്കും. യുദ്ധമൊക്കെ കുടുംബത്തിന് വേണ്ടിയാണ്. ഭയങ്കരമായിരുന്നു കുടുംബബന്ധം. നബിനോട് അവർക്കുള്ള ഏറ്റവും വലിയ വെറുപ്പ് എന്തായിരുന്നു അറിയങ്ങൾ? അവരിലൊരു വലിയൊരു വിഭാഗം ധരിച്ചത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ഈ ഖുറൈശികളുടെ ഈ ഐക്യം ഉണ്ടല്ലോ, കുടുംബം, അത് തകർക്കാൻ വേണ്ടിയിട്ട് ആസൂത്രണം ചെയ്തിട്ട് വന്നതാണ് ആര്? മുഹമ്മദ് നബി എന്നാണ് അവർ ധരിച്ചത്. അപ്പോൾ ബദറിൽ അബൂജഹിൻ്റെ ഒരു പ്രാർത്ഥന നിങ്ങൾ കേട്ടില്ലേ? ബദർ യുദ്ധം നടക്കുമ്പോൾ അബൂലഹബ് ഒടുക്ക പോയത്, അല്ല അബൂജഹിൽ ഒടുക്ക പോയത്, കാബന്റെ അടുക്ക് എന്നിട്ട് പറയണ്ടേ, അല്ലാഹുമ്മ അയ്യുനാ കാന അഖ്തഉ ലിർറഹിം. ഒന്നാമത്തെ വാക്ക് അല്ലാഹുമ്മ എന്ന് വിളിച്ചിട്ട് ആദ്യം പറയുന്നത്, അള്ളാഹുവെ നിനക്കറിയാം. അഖ്ത ആര്? റഹിം എന്ന കുടുംബബന്ധം. ഈ കുടുംബബന്ധം, ഞങ്ങളുടെ കുടുംബബന്ധം മുറിക്കാൻ വേണ്ടി വന്നത് ആരാണെന്ന് നിനക്കറിയാൻ പടച്ചോനെ. ബദറിൽ പോലെ പരാജയപ്പെടുത്തണെന്നാ പറഞ്ഞത്. അവർ തെറ്റിദ്ധാരണയാണ്. നബിനോടുള്ള അവർക്ക് ഏറ്റവും വലിയ പ്രശ്നം തീരുന്നു. അപ്പം ജാഹിലിയത്തിലുള്ള ഇവർക്ക് ഈ നല്ല സ്വഭാവം, നല്ല പെരുമാറ്റന്, ഒരാളെ സ്നേഹിച്ചാൽ അവർ സ്നേഹിക്കും, ആ സ്നേഹിച്ചാൾക്ക് വേണ്ടി മരിക്കും. അവരെ കുടുംബമൊന്നും തകരാൻ അവർ സമ്മതിക്കൂല. അങ്ങനെയുള്ള അത്രയും. ഇപ്പം നമ്മൾ ഒരാളെ നല്ല സ്വഭാവക്കാരൻ എപ്പോഴാ പറയാം? നബിന് എന്താ പറഞ്ഞത്? ഹൈറുക്കും ലിഅഹ്ലി. നിങ്ങളെ കൂട്ടത്തിലെ മാന്യനാരാ? നിങ്ങളെ കൂട്ടത്തിലെ മാന്യൻ, നല്ല സ്വഭാവത്തിൻ്റെ ഉടമാരാ? വീട്ടുകാരോട് മാന്യമായി പെരുമാറുന്നവൻ. പുറത്തിറങ്ങിയ നാട്ടിലിറങ്ങിയാൽ അസ്സലാമു അലൈക്കും വലൈക്കും സ്ലാം ഒന്ന് കെട്ടിപ്പിടിക്കലും മുസാഫത്തും മാനൊക്കെ നടത്തണമല്ല. പെരിയിലുള്ള ഭാര്യനോടും മക്കളോടും നന്നായിട്ട് പെരുമാറുന്ന ആളാണ് ആര്?
സമൂഹത്തിലെ മാന്യൻ റസൂൽ പറഞ്ഞില്ലേ, ഒരു 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 സ്വഭാവ ഒരാളുടെ സൽസ്വഭാവം നമ്മൾ അളക്കലെ അയാൾ കുടുംബത്തിൽ എങ്ങനെ നോക്കിയിട്ടാണ്, അല്ലേ, വീട്ടിലെങ്ങനെ നോക്കിയിട്ടാണ്. ഈ ജാഹിലിയത്തിലെ അറബികളെ കുടുംബ ബന്ധം എങ്ങനെയായിരുന്നു? ഉഷാറായിരുന്നു, വളരെ നല്ലതായിരുന്നു. പക്ഷെ അള്ളാഹ് പറയാണ് അതുകൊണ്ടൊന്നും കാര്യമില്ല. അപ്പൊ ഹൃദയത്തെ നമ്മൾ സാധാരണ ഹൃദയം എന്ന് പറയുമ്പം നമ്മളെ പെരുമാറ്റ സ്വഭാവമാണ് മുന്നിക്ക് വരിക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് മാത്രമല്ല, മറിച്ച് ഇതിൽ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതിൽ പെട്ടതാണ് കൽബ് ഒരിക്കലും മറന്നുള്ളതാവരുത്. അപ്പൊ ഖുർആൻ അവരെന്താക്കി, ഒരു ശരിയായ ദിശയിലേക്ക് കൊണ്ടുവന്നു. ഹൃദയം മറലാണെങ്കിൽ, ശ്രദ്ധിക്കുക, ഹൃദയം മറലുള്ള ഹൃദയമാണെങ്കിൽ അഥവാ മരീളായ ഹൃദയമാണെങ്കിൽ ബാക്കിയൊക്കെ പോയി. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും ഇങ്ങനെയുള്ള ഒരാൾക്ക് നഷ്ടം പറ്റരുത്. നല്ലൊരു സ്വഭാവം, നല്ലൊരു പെരുമാറ്റമുള്ള ഒരാൾക്ക് പരലോകം നഷ്ടപ്പെടരുത്. അപ്പൊ നമുക്ക് അയാളുള്ള സ്നേഹം എങ്ങനെ ആവണം? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഒരാള് നമ്മളോട് നല്ല സ്വഭാവം, നല്ല പെരുമാറ്റമാണ്. ഇപ്പൊ സലീംക്ക, നിങ്ങളേറ്റ് നല്ല ബന്ധമുള്ള ഒരാള്, നല്ല സ്വഭാവമുള്ള ഒരാൾ, എപ്പോഴും കൈ തരും, സലാം പറയും, വർത്താനൊക്കെ പറയും. പക്ഷെ അയാൾ ഷിർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാം. അയാളെ കൈമേലെ ഏലസുണ്ട്, അല്ലെങ്കിൽ കൈക്കല്ലുണ്ട്, അല്ലെങ്കിൽ അയാൾ പോണ സ്ഥലമൊക്കെ നിങ്ങൾക്കറിയാം. അയാൾ ഷിർക്ക്. അയാളോട് നിങ്ങൾ തൗഹീദ് പറഞ്ഞിട്ടില്ലെങ്കിൽ, അയാൾക്ക് തൗഹീദ് നിങ്ങൾ എത്തിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ, നമ്മൾ അയാളോട് ചെയ്യുന്ന ഏറ്റവും വലിയ വഞ്ചനക്കാരൻ. മനസ്സിലാണ്ട് പറയാം. അപ്പൊ നമ്മളെ വീട്ടിൽ തന്നെ, ഇപ്പൊ നമ്മളെ ഭാര്യ, നമ്മളെ മക്കള്, നമ്മളെ മാതാപിതാക്കൾ, നമ്മളെ കുടുംബം ഒക്കെ എടുത്തോളി. ഇവരോട് നമ്മൾ പറഞ്ഞിട്ടില്ല എങ്കിൽ ഏറ്റവും വലിയ കുറ്റക്കാർ നമ്മളാവും. നമ്മളെ ഭാര്യനോട് നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ, നമ്മൾ വരുന്ന ഖുർആൻ ക്ലാസ്സിൽ ഭാര്യനെ പറഞ്ഞിട്ടില്ലെങ്കിൽ, നമ്മളെ മക്കളും കുടുംബവും നമ്മളെ ഈ വഴിക്ക്, നമ്മുടെ കുടുംബം ഈ ഖുർആനും ദീനുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടില്ലെങ്കിൽ, അവരിന് എത്ര നല്ല സ്വഭാവമുള്ള ആളുകളായിരുന്നാലും ശരി, അവർക്ക് പരാജയപ്പെടുന്ന എന്തായിരിക്കും? ആഖിറായിരിക്കും, പരലോകമായിരിക്കും. സ്വർഗം നഷ്ടപ്പെടുത്തി കൊടുക്കുക. അപ്പൊ നമ്മൾ ഒരാളെ കണ്ടാൽ അയാൾ നമ്മളുമായിട്ട് നല്ല പെരുമാറ്റാണ്, നല്ല സ്വഭാവമാണ്, നമ്മളെ എല്ലാ കൂട്ടായ്മയിലും അയാളുണ്ട്. അങ്ങനെയുള്ള ഒരാളോട് അയാളോടുള്ള സ്നേഹം എങ്ങനെയെന്നറിയോ? അയാളെ ഹൃദയത്തിലുള്ള രോഗം ശിർക്കാണ്, ബിദ്അത്താണ്. അത് പറഞ്ഞു കൊടുക്കണം, അത് മനസ്സിലാക്കി കൊടുക്കണം. എങ്കിൽ മാത്രമേ അയാൾക്ക് എന്തുള്ളൂ, ഈ സൽസ്വഭാവം ഉപകാരപ്പെടുള്ളൂ. പറഞ്ഞ മനസ്സിലാവണ്ട. ഇപ്പൊ നമ്മൾ ഒരാളോട്, ഒരു പാവപ്പെട്ട ഒരാളുണ്ട്, സഹായിക്കണം എന്നൊരാളോട് പറഞ്ഞാലേ അയാൾ അതൊന്നും നോക്കൂല, വേഗം എടുത്ത് തരും. ഒരു നല്ല മനുഷ്യനാണ് അയാൾ. ഒന്നും സുന്നി മുജാഹിദ് ജമാഅത്തൊന്നും അയാൾ നോക്കൂല, അയാളൊന്നും നോക്കൂല. ഒരു പാവപ്പെട്ട ഒരാളുണ്ടെന്ന് പറഞ്ഞാൽ, അയാളെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ വേഗം എടുത്ത് തരും ഒരാൾ. ഒരു നല്ല മനുഷ്യനാണ്. പക്ഷെ അയാൾ എന്ത് ചെയ്യണ്ട്? ശിർക്ക് ചെയ്യണ്ടെന്ന് വിചാരിച്ചോളി. അപ്പൊ നമുക്ക് അയാളുടെ ഈ ദാനം എന്താക്കണം? കൂലി കിട്ടുന്ന ദാനമായിട്ട് മാറണം, അല്ലേ? അയാളുടെ ഈ ഉദാരനാണ് എന്ന ഈ സ്വഭാവം, ഉദാരമതി എന്നുള്ളത് നല്ലൊരു സ്വഭാവമല്ലേ? ആ സ്വഭാവം കൊണ്ട് അയാൾക്ക് ഗുണം കിട്ടണമെങ്കിൽ എന്ത് വേണം? അയാളുടെ കൽബിലെ മറവ് ഒഴിവാകണം. പറഞ്ഞ മനസ്സിലാവണ്ട. അയാളെ കൽബിലെ മറന്ന് ഒഴിവാക്കി കൊടുത്തെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അയാളുടെ ഈ സ്വഭാവം കൊണ്ടുള്ള ഗുണം അയാൾക്ക് നമുക്ക് നേടിക്കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു വലിയ വിഷയമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആന്റെ തുടക്കം തന്നെ നമ്മൾ എഴുതി വെച്ചത് കൽബ് മരീന്നല്ലേ, അല്ലേ? ഖുർആന്റെ തുടക്കം തന്നെ നിങ്ങൾ നോക്കി. ആ തുടക്കത്തിൽ തന്നെ അല്ലാഹു തആല ഈ കൽബിന്റെ മറവിനെ കുറിച്ച് പറയുന്നു. അപ്പൊ അതാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അൽ-ബഖറ മറിച്ചോളി. അൽ-ബഖറ, അൽ-ബഖറയുടെ 1 മുതൽ 10 വരെയുള്ള ആയത്ത്. അൽ-ബഖറയിലെ 1 മുതൽ 10 വരെയുള്ള ആയത്ത്. അൽ-ബഖറയിലെ 1 മുതൽ 10 വരെയുള്ള ആയത്ത് ഓതിക്കൊള്ളു.
അപ്പം അൽബക്കറ ഒരാൾ ഖുർആൻ പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ തുടക്കത്തിൽ തന്നെ എന്താണ് അള്ളാഹു പറയണത്? ദാലിക്കൽ കിതാബ്, അലിഫ്ലാമീം എന്ന് പറഞ്ഞാൽ അറിയില്ല എല്ലാവർക്കും. അലിഫ്ലാമീം എന്താണ്? അലിഫ്ലാമീം തന്നെ, അതിൻ്റെ ഹുറൂഫുൽ മുഖത്ത എന്നാ പറയാം. അത് ഇങ്ങനെ അറഫായിട്ട് അക്ഷരമാണ്. അത് എന്തല്ല, ഒരു കലിമത്തല്ല, പദമല്ല. അലിഫ് ഒരു അക്ഷരം, ലാം ഒരു അറഫ്, മീം ഒരു ഹർഫ്. അലിഫ് ലാം മീം, അത്രയേ ഉള്ളൂ. അത് ഹുറൂഫുൽ മുഖത്ത. ലാ യഅലമു മുറാദുഹു ഇല്ലല്ലാഹ്, അള്ളാഹ്ക്കല്ലാതെ അതിൻ്റെ ഉദ്ദേശം അറിയില്ല. പലരും പലതും പറയും, പക്ഷേ റസൂലുള്ളാഹി പറഞ്ഞത് അതിൻ്റെ ഉദ്ദേശം അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ. അപ്പോൾ ഈ ഗ്രന്ഥം ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് മാർഗദർശനമാണ്, ഒരു സംശയവും വേണ്ട, നിസ്സംശയം, ഒരു സംശയം ആർക്കും വേണ്ട. അങ്ങ് തുടങ്ങണേന് അങ്ങനെ ഒരു സംശയവും വേണ്ടെന്ന് അറിഞ്ഞിട്ട് തുടങ്ങണ ഒരു ഗ്രന്ഥം, അതിൻ്റെ ആധികാരികതയാണ്, അതിൻ്റെ പവറാണ് പറഞ്ഞത്. ദാലിക്കൽ കിതാബ് ലാ റൈബ. മുത്തഖീങ്ങളായ ആളുകൾക്ക് എന്തൊക്കെയാണോ വഴി, ആ വഴിയൊക്കെ ഇതിലുണ്ട്. തഖ്വയോടുകൂടി ജീവിച്ച് മരിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കുമുള്ള നേർവഴി ഇതിലുണ്ട്. ഹുദൽ ലിൽ മുത്തഖീൻ. അല്ലദീന, ആരാണവർ? യുഅ്മിനൂന ബിൽ ഗൈബി, അദൃശ്യമായ കാര്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. വയുഖീമൂന സ്വലാ, നിസ്കാരം നിർവഹിക്കും. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അള്ളാഹു അവർക്ക് നൽകിയതിൽ നിന്ന് അവർ ചിലവഴിക്കുകയും ചെയ്യും. വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക, അവിടെ നാം തുടങ്ങുകയാണ്. നിനക്ക് ഇറക്കിയത് എന്താണോ അതിൽ അവർ വിശ്വസിക്കും. വമാ ഉൻസില മിൻ ഖബലിക, നിനക്ക് മുമ്പ് ഇറക്കപ്പെട്ട വേദഗ്രന്ഥത്തിൽ. എന്താണ്? ഖുർആനിൽ വിശ്വസിക്കുക. ഒരു സമൂഹത്തിൻ്റെ സ്വഭാവത്തെ മാറ്റിയാണ്. അവർ ഏത് റൂട്ടിൽ ജീവിക്കണം. നമ്മളങ്ങനെ പെരുമാറാൻ നന്നായി ജീവിച്ചിട്ട് മാത്രം, ആൾക്കാരോട് ഇങ്ങനെ നല്ല വർത്തമാനം പറഞ്ഞ് ജീവിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. അത് മാത്രമല്ല ജീവിതം. മുത്തഖിയായൊരു മനുഷ്യൻ്റെ റൂട്ട് എങ്ങനെയായിരിക്കണം അത് കാണിക്കുകയാണ് ഖുർആൻ. നിസ്കാരമുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്, ദാനധർമ്മങ്ങളൊക്കെ ഉണ്ട്. അതോടൊപ്പം ഇറക്കിയ ഗ്രന്ഥത്തിൽ വിശ്വസിക്കണം. അപ്പം അവിടെ ഉണ്ടായിരുന്നത് അന്ന് കൂടുതലും ക്രിസ്ത്യാനികളും ജൂതന്മാരൊക്കെ ഉണ്ട്. അവർ പറയുകയാണ് ഞങ്ങൾക്കൊരു ഗ്രന്ഥമുണ്ട്, ഞങ്ങളതിൽ വിശ്വസിക്കും. അത് മാത്രം പോരാ, ആയിക്കോട്ടെ നിങ്ങൾ അതിൽ വിശ്വസിച്ചോളി. നിങ്ങൾ ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ ഖുർആൻ ഉണ്ടല്ലോ, അതിൻ്റെ അവസാനത്തെ പതിപ്പാണ് ഖുർആൻ, അതിലും വിശ്വസിക്കണം. അപ്പോൾ ഈ ഖുർആനിൽ വിശ്വസിക്കുക പറഞ്ഞാൽ ഇങ്ങനെ ഒരു സാധനം ഖുർആനാണെന്ന് പറയലാണോ? ആണോ? വമാ ഉൻസില മിൻ അല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇറക്കപ്പെട്ടതിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഖുർആനിൽ എന്തൊക്കെ ഈമാനായിട്ട് പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ അംഗീകരിക്കുക എന്നാണ്. ഈമാൻ എന്ന് പറഞ്ഞാൽ ഇഖ്റാറാണ്, അംഗീകരിക്കണം, അല്ലാതെ ഈമാൻ ഉണ്ടാവില്ല. അംഗീകരിക്കണം, അതാണ് ഈമാൻ എന്ന് പറയുന്നത്. ഈമാന്റെ പൂർത്തീകരണം അതാണ്. അപ്പൊ ഖുർആൻ അംഗീകരിക്കണമെങ്കിൽ ഖുർആൻ ആദ്യം പഠിക്കണം. അപ്പം അങ്ങനെ ഉണ്ടായാൽ അതുകൊണ്ടുള്ള ഗുണം എന്താണ്? വബിൽ ആഖിറത്തിഹും. അപ്പം മരണത്തിന് ശേഷം നമ്മളൊക്കെ ഇവിടെ മരിക്കോളും ജീവിക്കുമെന്ന് ഉറപ്പാണ്. മരിച്ചതിന് ശേഷമുള്ള ജീവിതത്തിനൊരു ഉറപ്പുണ്ട്. എങ്ങനെ? മരിക്കോളും ജീവിക്കും നമുക്ക് യഖീനാണ്, ഉറപ്പാണ്. മരണത്തിന് ശേഷമുള്ളതിനെ സംബന്ധിച്ചാണ് സംശയം വരിക. മരിക്കോളം ജീവിക്കും എന്നുള്ളത് എത്രമാത്രം ഉറപ്പാണോ അതിനേക്കാൾ ഉറപ്പാണ് ആഖിറം. വബിൽ ആഖിറത്തിഹിം യുഅ്മിനൂൻ അല്ല പറഞ്ഞത്, യൂഖിനു എന്നാണ്, യഖീനാണ്, ഈമാനല്ല, വിശ്വസിക്കുന്നല്ല പറഞ്ഞത്. പിന്നെന്താ? ആഖിറത്തിൽ യഖീൻ ഉണ്ടാവുന്ന, യഖീൻ ദൃഢമായ വിശ്വാസം. അപ്പോൾ അത് ഓടുന്ന ഉണ്ടാകുക ഖുർആൻ പഠിക്കുമ്പോഴേ ഉണ്ടാവുള്ളൂ, അല്ലാന്നാലൊന്നും ഉണ്ടാവില്ല. ഖുർആൻ കണ്ട് പഠിച്ചു തുടങ്ങുമ്പോൾ മരണത്തിന് ശേഷമുള്ളതൊക്കെ ശരിയാണെന്നുള്ള ഉറപ്പുണ്ടാവും. മരിക്കോളും ജീവിക്കുന്നുള്ള ഉറപ്പല്ല, മരിച്ചതിന് ശേഷം ജീവിതം തുടങ്ങാന്നുള്ള ഉറപ്പ്. എങ്ങനെ മരിക്കോളും ജീവിക്കുന്നുള്ള ഉറപ്പല്ല, മരിച്ചതിന് ശേഷമാണ് യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത് എന്ന ഉറപ്പ്. ആ ഉറപ്പ് ഉടനെ കിട്ടുള്ളൂ, ഖുർആനെ കിട്ടുള്ളൂ. ഉലായിക, അക്കൂട്ടരാണ് അലാ ഹുദൻ മിർ റബ്ബിഹിം, അവരെ റബ്ബിന്റെ സന്മാർഗത്തിലുള്ളത്. എല്ലാത്തരൊക്കെ ഔട്ടാണ്. ഉലായിക അക്കൂട്ടർ, അവരാണ് റബ്ബിന്റെ സന്മാർഗത്തിലുള്ളവർ. ഉലായിക ഹുമുൽ മുഫ്ലിഹൂൻ, അവരെ വിജയിക്കുള്ളൂ. വിജയിക്കുന്ന മുഅ്മിനീങ്ങൾ ആരാ? ഖദ് അഫ്ലഹൽ, അതാരാണ്? ഖുർആൻ പഠിക്കണം. അതിന്റെ വിശദീകരണം കൂടിയാണിത്. ഖദ് അഫ്ലഹൽ മുഅ്മിനു, ഇതിൽ കിട്ടും. ഉലായിക അലാ ഹുദൻ മിർ റബ്ബിഹിം വ ഉലായിക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയിക്കുക. എന്നാൽ എന്താ പ്രശ്നം എന്നറിയാം? അവിടെ ഉള്ള പ്രശ്നം ഞാൻ പറയാം. ഖത്തമല്ലാഹു അലാ ഖുലൂബിഹിം, അള്ളാഹു ചില മനുഷ്യന്മാരെ ഹൃദയത്തിൽ സീല് വെച്ചു, മുദ്ര വെച്ചു. ഒരു കവറ്
കവറിലൊരു ലെറ്റർ ഇട്ടിട്ട് മുദ്ര വെച്ചാൽ എന്താ സംഭവിക്കുക? വേറൊന്നും കൂടി ഉണ്ട്. എന്താ? അതിൻ്റെ ഉള്ളിലൊന്നും പുറത്തേക്ക് പോരില്ല. രണ്ട് കാര്യം ചെയ്യണം. ഹൃദയത്തിൽ കണ്ട് കയറിയാൽ മാത്രം പോരാ, ഹൃദയത്തിൽ പുറത്തു പോകേണ്ട സംഗതി ഉണ്ട്, അതും പോകണം. അതുകൊണ്ടാണ് നമ്മൾ കൽബ് പഠിക്കുമ്പോൾ രണ്ടും വരുന്നുണ്ട് അല്ലേ? ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഗില്ല് പുറത്തേക്ക് പോകേണ്ട സാധനമാണ് അല്ലേ? മനസ്സിലാണ്ടേ പറഞ്ഞത്? ഇപ്പൊ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ശമനം കിട്ടേണ്ട സംഗതിയാണ്. ശമനം കിട്ടണം, കാരണം ഇത് മറലാണ്, രോഗമാണ്. അപ്പൊ അള്ള പറയാണ്, ചില ആൾക്കാരെ ഹൃദയം മുദ്ര ചെയ്തു പോയി. അല ഖുലൂബിഹിം വഅല സംഇഹിം വഅല അബ്സാരിഹിം ഗിശാവ. അതിന്റെ മേലൊക്കെ മൂടി ഗിശാബത്തുണ്ട്. കണ്ണും കാതും ഒന്നും ഉപയോഗിക്കണില്ല. ഹൃദയത്തിന്റെ താക്കോൽ എവിടെ? ഹൃദയം തുറക്കണമെങ്കിൽ എന്ത് വേണം? കണ്ണ് താക്കോലാണ്, ചെവി താക്കോലാണ് അല്ലേ? ഇപ്പം ഒരാളുടെ ദയനീയമായ കഥ കേട്ടപ്പം കണ്ണ് നിറഞ്ഞു. എപ്പോഴാണ് എന്തുകൊണ്ടാണ് നിറഞ്ഞത്? നിങ്ങൾ കേട്ടപ്പോൾ കണ്ണ് നിറഞ്ഞു. കാരണം കേൾവി ഹൃദയത്തിന്റെ താക്കോലാണ്. അപ്പൊ കേട്ടപ്പോൾ നമ്മളെ ഹൃദയം തുറന്നു. അതുവരെ ഹൃദയ ഉൽഫേനി. എന്താ ഉൽഫ്? ഹൃദയം തുറന്നപ്പോഴാണ് നമുക്ക് വേദന തോന്നിയത് അല്ലേ? അപ്പോഴാ കണ്ണ് നിറഞ്ഞത് അല്ലേ? കേൾവി. ഇനി നമ്മളൊരു ദാരുണ രംഗം കാണുകയാണ്. കണ്ടപ്പോൾ നമ്മൾ പൊട്ടിക്കരഞ്ഞു ആ രംഗം കണ്ടപ്പോൾ. കാരണം ആ കാഴ്ചയാണ് നമ്മുടെ ഹൃദയം തുറന്ന്. പക്ഷെ ഇവിടെ എന്താ അള്ള പറഞ്ഞുതരാം? ഹൃദയത്തിൻ്റെ മേലി മൂടി, കാതിൻ്റെ മേലി മൂടി, ചെവിൻ്റെ മേലി മൂടി, പിന്നെ ഹൃദയം ആണ്ട് ക്ലോസ് ചെയ്തു, സീലും വെച്ചു. വലഹും അദാബുൻ അലീം, അവയും വമ്പിച്ച ശിക്ഷയാണ് അവർക്കുള്ളത്, ചെറുതൊന്നല്ല. എങ്ങനെ? ഇന്നല്ലദിന കഫറു സവാഉൻ അലൈഹിം അൻദർതുഹും അം ലം തുൻദിർഹും ലാ യുമിനൂൻ. എന്നാൽ നിഷേധികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുന്നറിയിപ്പ് കൊടുത്താലും മുന്നറിയിപ്പ് കൊടുത്തില്ലെങ്കിലും സമാണ്, വിശ്വസിക്കൂല. സവാണ് രണ്ടും. കുഫറുള്ളോന് ഓനെ ഇനി ചില ആൾക്കാർക്ക് അങ്ങനെയാണെങ്കിൽ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല, ഉള്ളിക്ക് കയറൂല. കാരണം എന്താ അറിയോ? വിശ്വാസമില്ല. വിശ്വാസം പുറത്ത് ഓൻ ആരായിരിക്കും? നല്ല ഉള്ളിൽ ഓനെന്തില്ല, ഇതൊക്കെ തട്ടിപ്പാണ്. പുറത്ത് പറയാൻ ധൈര്യം ഉണ്ടാവില്ല. പുറത്ത് വന്ന് നിസ്കാരം കാര്യം മറ്റുള്ള കാര്യത്തിലൊക്കെ ചിലപ്പോൾ ഉണ്ടാവും, പക്ഷെ ഉള്ളിൽ ഓന് കുഫറുണ്ടാവും. ഉള്ളിൽ വിശ്വാസം കുറവായിരിക്കും. അങ്ങനെയുള്ളവരോട് നമ്മൾ ഇനി എത്ര ഓനെ വിളിച്ചിട്ടും കാര്യമില്ല. ഖുർആന്റെ വിളിയാണ് ഇൻദാറ്, മുന്നറിയിപ്പ്. ഖുർആൻ കൊണ്ടുള്ള മുന്നറിയിപ്പ്. ഖുർആൻ എന്തിനാണ്? യാസീനുൽ ഖുർആൻ ഹക്കീം ഇന്നക മുർസലാ സിറാത്തി മുസ്തഖീം. ബാക്കി ലിതുൻദിറ. ഖുർആന്റെ ഇൻദാറാണ്, മുന്നറിയിപ്പാണ്. ആ മുന്നറിയിപ്പ് കൊടുത്താലും ഇല്ലെങ്കിലും എന്താണ്? സമമാണ്, വിശ്വസിക്കൂല. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ചില ആൾക്കാരൊക്കെ നമുക്ക് കാണാം. എത്ര വട്ടായി നമ്മൾ വിളിക്കണ്, എത്ര തവണയായി വിളിക്കണ്, എത്ര വട്ടായി ഓട് പറഞ്ഞ്. പക്ഷേ അവരുടെ ഈ സ്വീകാര്യതക്കുള്ള തടസ്സം എന്താ പറയുക? ഉള്ളിലുള്ള ഈമാന്റെ കുറവാണ്, കുഫ്റാണ്. ഖത്തമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം വഅലാ അബ്സാരിഹിം ഗിശാവ വലഹും അദാബുൻ അദീം. പിന്നെ ബാക്കി വമിനൻ നാസി മൻ യഖൂലു, ഞങ്ങൾ അള്ളാഹിൽ വിശ്വസിച്ചിട്ടുണ്ട് എന്ന് പറയും ചില ആൾക്കാർ. മുനാഫിഖിനെ പറ്റിയിട്ടാണ്. പിന്നെ പരലോകത്തിൽ ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടെന്ന് പോലും പറയും. പക്ഷെ അവർക്ക് ഒരു വിശ്വാസമില്ല. സത്യത്തിൽ അവർ വിശ്വാസികളല്ല. ബാക്കി അള്ളാഹിനെയും റസൂലിനെയും വഞ്ചിക്കല്ലേ ഇതിന്. മറ്റേ ഇയാൾ പറഞ്ഞില്ലേ, പിന്നെ യൂറോപ്പിൽ ദൈവത്തിന്, ഇസ്ലാമിക ദൈവത്തിന് പോയിട്ട്, അദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു? യൂറോപ്പിലേക്ക് ദൈവത്തിന് പോയ ഒരു ദാഇ ഉണ്ടല്ലോ, ചരിത്രത്തിൽ അറിയപ്പെട്ട. യൂറോപ്പിൽ ദൈവത്തെ നടത്തിയ അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? അവൻ്റെ തുമ്പിൽ കിട്ടുന്നില്ല. ജമാലുദ്ദീൻ അഫ്ഗാനി. ജമാലുദ്ദീൻ അഫ്ഗാനി യൂറോപ്പിൽ ദൈവത്തിന് എന്നിട്ട് യൂറോപ്പിൽ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. യൂറോപ്പിൽ ദൈവത്തിന് എന്ന്, യൂറോപ്പിൽ ഇസ്ലാം ഇല്ല അന്ന്, ഇസ്ലാമില്ല. അപ്പോൾ ഇസ്ലാമിനെ പ്രചരിപ്പിക്കാൻ വേണ്ടി പോയതാ. അവിടെ ചെന്നപ്പോൾ ആൾക്കാർ ചോദിച്ച്, മുസ്ലിമീങ്ങളായ പല നാടിനെ ചൂണ്ടിയിട്ട് പറഞ്ഞു ഇതല്ല മുസ്ലിമീങ്ങളെ കഥ എന്ന്. അപ്പോൾ അദ്ദേഹം മുസ്ലിം ലോകത്തോട് പറഞ്ഞു, മുസ്ലിമീങ്ങളെ ഒന്നുകിൽ നിങ്ങൾ ഇസ്ലാം പറഞ്ഞ പോലെ ജീവിക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ മുസ്ലിമീങ്ങളല്ല നിങ്ങളൊന്ന് പറഞ്ഞാൽ. അതാണ് ആർക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം? ഇസ്ലാമിന് ചെയ്യുന്ന സേവനം.
മനസ്സിലായില്ലേ? അപ്പോൾ അള്ള പറയാണ് ഇവർ യുഹാദിയോൻ അള്ളാഹു, അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അതിനനുസരിച്ച് ജീവിക്കാത്തവൻ ആരെയാണ് വഞ്ചിക്കുന്നത്? അള്ളാഹിനെ റസൂലിനെ വഞ്ചിക്കുകയാണ്. യുഹാദിയോൻ അള്ളാഹ റസൂല വല്ലദിനാമനു, യുഹാദിയോൻ അള്ളാഹ വല്ലദിനാമനു, അള്ളാഹിനെ മാത്രമല്ല വിശ്വാസികളെ വഞ്ചിക്കുകയാണ്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കിക്കോളി, അതുകൊണ്ട് അവർക്ക് നേട്ടമൊന്നുമില്ല. അമാ യഹ്ദഗുന ഇല്ല അൻഫുസഹും, അവരാ വഞ്ചിക്കുന്നത് സ്വന്തത്തെയാണ്. സ്വന്തം വഞ്ചിക്കപ്പെടുകയാണ്. ഈ പരലോകം വഞ്ചനയുടെ ചരക്കാന്നൊക്കെ ഖുർആൻ പറഞ്ഞില്ലേ? കാരണം അവർ ഇങ്ങനെ മരിച്ചു പോകും, ഒന്നും ഉണ്ടാവില്ല, ഒന്നും ഉപകാരപ്പെടില്ല. അവർ കഷ്ടപ്പെട്ടതും സമ്പാദിച്ചതും ഒന്നും ഉപകാരപ്പെടില്ല, എല്ലാം വെറുതെ പോകും. സ്വന്തം വഞ്ചിതനായി മാറുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ അറിയാം? അപ്പം നമുക്ക് പടച്ചവൻ ഈ ദുനിയാവിൽ തന്നത് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. അത് സമ്പത്തായാലും മക്കളായാലും ജോലിയായാലും ആരോഗ്യമായാലും ഒക്കെ. ഇതൊക്കെ നല്ല നിലയ്ക്ക് നമുക്ക് മരിക്കണത് വരെ ഉപയോഗപ്പെടണം, മരണത്തിന് ശേഷം ഉപയോഗപ്പെടണം. ഇല്ലെങ്കിൽ എന്താ അറിയോ, ഇതൊക്കെ നമ്മൾ ചതിയിൽ പോലെ ചെയ്യാം. ഇതില്ല എങ്കിൽ മരണത്തിന് ശേഷം ഉപയോഗപ്പെടാത്തൊരു സംഗതിയാണ് ഇവിടെ ഇപ്പം നമുക്ക് കിട്ടിയതുള്ളതെങ്കിൽ, ആരോഗ്യം സമയമൊന്നും നമ്മളതിനനുസരിച്ച് ഉപയോഗപ്പെടുത്തുന്നില്ലെങ്കിൽ നമ്മൾ സ്വയം വഞ്ചിതരായിത്തീരുകയാണ്. അമ്മാ യഹ്ദഗുന ഇല്ല അൻഫുസഹും അമ്മാ യശ്ഉറൂൻ. എന്നിട്ട് പറയാണ് ഫീ ഖുലൂബിഹിം മറദുൻ. കാരണം അതാണ്. ഇതിൻ്റെയൊക്കെ ബേസിക് എന്താണ്? ഹൃദയം മരീളാണ്. ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രശ്നം എന്താണ്? അപ്പോൾ സാദഹുമുല്ലാഹു, അതിങ്ങനെ കൂടി 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 വരും. അപ്പോൾ ഹൃദയത്തിലെ രോഗം ഒന്നെന്താ പറയുക നിങ്ങൾ? ഷിർക്ക്. രണ്ടെന്താ പറയുക? ബിദ്അത്ത്. ഷിർക്ക്, ബിദ്അത്ത്, നിഫാഖ്, കാപട്യം, ഫുസൂഖ്, ഇസ്യാൻ. ഫുസൂഖ് എന്ന് പറഞ്ഞാൽ അധർമ്മം, ഇസ്യാൻ എന്ന് പറഞ്ഞാൽ അനുസരണക്കേട്, അല്ലാഹു റസൂൽ അനുസരിക്കുക. ഇതൊക്കെ ഉണ്ടായാലും എന്താ പ്രശ്നം? കൂടി വരും, കൂടി 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 വരും. ഷിർക്ക് ചെയ്ത ഒരാൾ ഒരു സ്ഥലത്ത് നിൽക്കൂല, ആകാശത്ത് വീണവനെ പോലെ എന്നാണ്. ഒരു കേന്ദ്രം കൊണ്ട് സമാധാനം, ഒരു തങ്ങളെടുത്ത് പോയവന് പിന്നെ വേറെ അതിനേക്കാളും വലിയ തങ്ങളെടുത്ത് പോകുന്നു. ഇതിങ്ങനെ കൂടി 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 വരിക. വിദേഹത്വം അങ്ങനെ തന്നെ, ഒന്ന് ചേരാ രണ്ടും മൂന്നൊക്കെ കൂടി കൂടി പുതിയ പുതിയ വിദേഹത്ത് ഇങ്ങനെ നാട്ടിൽ കണ്ടില്ല ഞങ്ങൾ? ഓരോ വിദേഹത്ത് കൂടി വരിക. പണ്ടൊന്നും ഇല്ലാത്ത സംഗതി കൂടി വരികയാണ്. ഓരോ വിദേഹത്ത് ഇങ്ങനെ കൂടി കൂടി വരും. ഒരു തിന്മ, ഒരു കളവ് പറഞ്ഞാൽ നാളെ 2 കളവ് പറയും. ഇന്ന് 10 രൂപ കട്ടോ, നാളെ 100 രൂപ കക്കോ. കൂടി 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 വരും. ഒരു തിന്മ ചെയ്യണവന്, ഒരു വേണ്ടാത്ത ഒരു സാധനം മൊബൈലിൽ കണ്ടാൽ നാളെ അതിനേക്കാൾ വലുത് കാണും, മറ്റന്നാൾ അതിനേക്കാൾ വെറൈറ്റി കാണാൻ തോന്നും. പിന്നെ അതിന് അടിമയായിട്ട് മാറും. കൂടി 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 വരും. ഏത് തിന്മ അങ്ങനെയുണ്ട്. ഹൃദയത്തിൻ്റെ രോഗം ഒരു ഹൃദയം മരീളാണെങ്കിൽ അത് കൂടി 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 വരും. സാദഹും അല്ലാഹു മറദ വലഹും അദാബുൻ അലീമു ബിമാ കാനു, അവരാ നിഷേധിച്ച് തള്ളിയതിന് അവർക്ക് വേദനാജനകമായ ശിക്ഷയാണ് അവരെ കാത്തിരിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഹൃദയം നന്നാവുക എന്ന് പറഞ്ഞാൽ പെരുമാറ്റം സ്വഭാവം നന്നാലും മാത്രമല്ല, ഹൃദയം രോഗമില്ലാതെയായി മാറുക. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു വാക്ക് ഖുർആനിൽ പറഞ്ഞാണ്. എന്താ അറിയോ? കൽബുൻ സലീം. കൽബുൻ മരീലിൻ്റെ ഓപ്പോസിറ്റ് കൽബുൻ സലീം, ആരോഗ്യമുള്ള ഹൃദയം. മരിച്ചടി ചെന്നാൽ ആയത്ത് കേട്ടോളി, ലാ യൻഫഉ മാ, ഇത് ഇബ്രാഹിം നബിൻ്റെ വാക്ക ഖുർആൻ പറയും, ലാ യൻഫഉ മാലും വലാ ബനൂൻ, നിങ്ങളെ മുതലും മക്കളും നിങ്ങൾക്ക് ഉപകാരപ്പെടില്ല, ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ബിഖൽബിൻ സലീം, ആരോഗ്യമുള്ള ഹൃദയത്തോടു കൂടി ചെന്നവനല്ലാതെ. ആരോഗ്യമുള്ള ഹൃദയം എന്ന് പറഞ്ഞാൽ രോഗമില്ലാത്ത ഹൃദയം. അപ്പം അങ്ങനെ നമുക്ക് ജീവിച്ചു മരിക്കാൻ കഴിയണം. അതിന് അള്ളാഹു നമുക്ക് ഗ്രന്ഥം നൽകി. ആ ഗ്രന്ഥം, അതിൻ്റെ തുടക്കമാണ് നമ്മൾ കേട്ടത്. സൂറത്ത് അൽ ബഖറയുടെ ആദ്യ ഭാഗം കേട്ടത്. ഇത് ഒരു ഖുർആൻ കേൾക്കാൻ പോകുന്ന, ഖുർആൻ പഠിക്കുന്ന ഒരു സമൂഹത്തോട് ആദ്യമായി പറയാനുള്ളതാണ്. അങ്ങനെ നാളെ പരലോകത്ത് രക്ഷപ്പെടുന്ന ഒരു ഹൃദയത്തോടെ ജീവിച്ച് മരിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റിക്കുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളെ മക്കൾ അള്ളാഹു സ്വാലിഹായ മക്കളാക്കി തീർക്കട്ടെ. നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു മനസ്സമാധാനം പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ഫഹദ് സാഹിബ് നമ്മൾ കോഴിക്കോട് താമസമാണ് ഇപ്പോൾ. അദ്ദേഹത്തിൻ്റെ പിതാവ് ഇന്ന് രാവിലെ സുബഹിക്ക് ശേഷം മരണപ്പെട്ടു. അള്ളാഹുത്തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹത്തിൻ്റെ ബർസഖ് അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തിന് എല്ലാ നന്മകളും അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ പദവി അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെയും നമ്മയും നാളെ ജന്നാത്തുൽ ഫിർദൗസ് ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر دعوانا أن الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.